ഹായ് ഗായ്സ്. അപ്പോൾ അയർലൻഡിൽ ഇപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ UCD കോളേജാണ് എടുക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കോഴ്സുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് UK, യൂറോപ്പ്, അയർലൻഡ് ഒക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ non-EU ആപ്ലിക്കൻറ്റിൽ ചൂസ് ചെയ്യാം. അതിനകത്ത് ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് നോക്കണമെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ടോട്ട് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ച് ഇങ്ങനെ പഠിക്കുന്ന കുറച്ച് കോഴ്സുകളാണ്. പിന്നെ ഗ്രാജുവേറ്റ് റിസർച്ചും ഉണ്ട്, അതർ ഓപ്ഷൻ ഉണ്ട്. അതറിൽ PhD, മൈക്രോ ക്രെഡൻഷ്യൽ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അങ്ങനത്തെ കോഴ്സുകളൊക്കെ വരും. അപ്പോൾ അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുന്നത് ഗ്രാജുവേറ്റ് ടോട്ട് പ്രോഗ്രാംസ് ആണ്. പിന്നെ ഫുൾ ടൈം ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട് അറ്റൻഡൻസ്. അപ്പോൾ പിന്നെ വരുന്നത് ഡെലിവറി, ഓൺ ക്യാമ്പസ് ഉണ്ട്, ബ്ലൻഡർ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഫുൾ ടൈം കോഴ്സുകളാണ് നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കീബോർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഹ്യൂമാനിറ്റീസ് ഫീൽഡ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റഡിയിൽ ചൂസ് ചെയ്യാം. നമുക്ക് എന്ത് ഒരു ഡിവിഷനിലാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ചൂസ് ചെയ്യാം. ഞാൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റിലാണ് പ്രോഗ്രാംസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ പ്രോഗ്രാംസ് നമുക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പുറത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓൺലൈൻ ആണ്, അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഓൺ ക്യാമ്പസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും ഞാൻ ടിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഓൺ ക്യാമ്പസ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും വന്നു. അത് കഴിഞ്ഞ് നമുക്ക് കോഴ്സ് ചൂസ് ചെയ്യാം. നമുക്ക് ആ കോഴ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഏത് കോഴ്സ് അപ്ലൈ ചെയ്യാനാണെങ്കിലും അത് ഒന്ന് ചൂസ് ചെയ്യാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയതിൽ എനിക്ക് റിസ്ക് റെസിലിയൻ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി കുറച്ചുകൂടി ഓക്കെയായിട്ട് തോന്നി. 1 ടൈം ഫുൾ ടൈം ഉണ്ട്, 2 ഇയേഴ്സ് പാർട്ട് ടൈമും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്യുവാണ് അപ്ലൈ ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫുൾ ടൈമും കാണുന്നുണ്ട്, പാർട്ട് ടൈം വേറെ സൈഡിൽ പാർട്ട് ടൈം ഓപ്ഷനും ഉണ്ട്. അതിൽ ഞാൻ ഫുൾ ടൈമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ഇയർ ഫുൾ ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാമ്പസിലാണ് ക്ലാസ്സുകൾ. പിന്നെ NFQ ലെവൽ 9 ആണ്. എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സിനൊക്കെ ഒരു 9 ലെവൽ ഉണ്ടാവാറുണ്ട് ഫുൾ ടൈമിന്. പിന്നെ 90 ക്രെഡിറ്റ്സ് ആണ്. ഇപ്പോൾ 1 ഇയർ പ്രോഗ്രാമിന് 90 ക്രെഡിറ്റ്സ് ആണ് പൊതുവെ കാണാറ്. പിന്നെ ഗ്രാജുവേറ്റ് ടോട്ടാണ്, മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞുള്ള ഒരു ഡിഗ്രിയാണ്, സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനിയുള്ള പാരഗ്രാഫ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നോക്കാം. പിന്നെ ഒരു യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എർത്ത്, വോൾക്കാനിക് എറപ്ഷൻ, സുനാമി, സൈക്ലോൺ, ഫ്ലഡ് ആൻഡ് അതർ എൻവയോൺമെന്റൽ ഹസാർഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അതിനകത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ എന്തൊക്കെ പഠിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഗെയിൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതൊക്കെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെക്ഷനിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും ഡീപ്പായിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണോ എന്നുള്ളത് ഇപ്പോൾ ഏത് കോഴ്സ് എടുത്താലും നമുക്കത് കാണാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിമൽസ് ഉണ്ട്. പിന്നെ കരിയർ ആൻഡ് ഗ്രാജുവേറ്റ് സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായിരിക്കും നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്നുള്ളത് അവരോട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്തോരം സ്കോപ്പ് ഉണ്ടെന്നും എന്തൊക്കെ മേഖലയിലാണ് ജോലി കിട്ടാനുള്ള ചാൻസ് എന്നും നമുക്ക് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമുക്ക് മൊഡ്യൂൾസ് ഒന്ന് നോക്കാം. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ അങ്ങനത്തെ, ഇപ്പം നമ്മൾ പഠിച്ച ഡിഗ്രിയുടെ കണ്ടിന്യൂവേഷൻ പോലെയാണോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഫീൽഡ് വർക്ക് കണ്ടു വിയറ്റ്നാത്തിൽ. അപ്പോൾ അതെന്ന് വെച്ചാൽ ചില പ്രോഗ്രാംസിന് നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ പോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റാന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ട് ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസിന് അത് ഓക്കെ ആണ്. പക്ഷേ
പാർട്ട് ടൈമിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എടുക്കുന്നില്ല. അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യെല്ലോ ടാബിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവും. ഇപ്പോൾ ഫുൾ ടൈമിൽ അപ്ലൈ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് പേജിലേക്കാണ് വരിക. അപ്പോൾ മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത പേജ് തന്നെ. അതിൽ മൈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആ ഒരു കോഴ്സിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി എനിക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് എസ് കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിയുമ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഓക്കെ, പേയ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ആപ്ലിക്കേഷൻസിനൊന്നും പേയ്മെൻറ്റ് കൊടുക്കണ്ട. അപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട് ഇനി എനിക്ക് പേയ്മെൻറ്റ് കൊടുക്കണ്ട. സോ എനിക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. സോ എൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി, എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞു. പിന്നെ അഡീഷണൽ ഫയൽസ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. സോ അത്രയേ ഉള്ളൂ ആക്ച്വലി ആപ്ലിക്കേഷൻ ചെയ്യാൻ.